വെൽക്കം ബാക്ക് ടു വീക്ക്ലി ഔട്ട്ലുക്ക്. ഇറ്റ്സ് മീ അൽത്താഫ് ഫ്രം കറൻസി പിപ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന 3 പേഴ്സ് ആണ്. യൂറോ, GBP, ഗോൾഡ് ആണ്. അപ്പോൾ നമുക്ക് ചാർട്ടിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് യൂറോ USD ആണ്. യൂറോ USDയിൽ എന്താ മന്ത്ലി ചാർട്ടാണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. മന്ത്ലി ചാർട്ടിൽ നമ്മൾ കഴിഞ്ഞ വീക്കിൽ പറഞ്ഞ പോലെ തന്നെ IDM സ്വീപ്പ് ചെയ്തിട്ട് അതേപോലെ തന്നെ IDMന്റെ സപ്ലൈയിലാണ് നിൽക്കുന്നത്. വിക്ക് റിജക്ഷൻ തന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ വീക്ക്ലിയുടെ ചാർട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ പ്രീവിയസ് ആയിട്ടുള്ള ഹൈ സ്വീപ്പ് ചെയ്തിട്ടാണ് മാർക്കറ്റ് നിന്നിരുന്നത്. അപ്പോൾ ഡൗൺ മൂവ്മെന്റ് പോകാനും ചാൻസ് കൂടുതലെന്ന് പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ മാർക്കറ്റ് അടിയിലോട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് എന്ത് ചെയ്ത് സിംഗിൾ ക്യാൻ ലോബി ഫോം ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഒരു സെല്ല് നോക്കാവുന്നതാണ്. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് വീക്കിലി ആയിട്ടുള്ള പ്ലാന്. അതേപോലെ തന്നെ ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സെയിം വ്യൂ തന്നെയാണ് വരുന്നത്. അതേപോലെ തന്നെ പ്രീവിയസ് ഡേയുടെ ലിക്വിഡിറ്റി സ്വീപ്പായിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. നമുക്ക് 4 ഹവറിലോട്ട് പോയി കഴിഞ്ഞാൽ 4 ഹവറിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഇവിടുന്ന് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടാണ് മാർക്കറ്റ് തന്നിരിക്കുന്നത്. ഇവിടുന്ന് ഒരു സിംഗിൾ ക്യാൻ ലോബി കിട്ടിയിട്ടുണ്ട്. ഇവിടുന്ന് മാർക്കറ്റ് വന്ന് ഇവിടുന്ന് ഈ സപ്ലൈ സോണിൽ നമുക്ക് ലോവർ ടൈം ഫ്രെയിമിൽ കൺഫർമേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് സെല്ല് നോക്കാവുന്നതാണ്. അതേപോലെ തന്നെ GBPയിൽ മന്ത്ലി ചാർട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീക്ക് പറഞ്ഞ പോലെ തന്നെ മന്ത്ലിയുടെ സപ്ലൈയിലാണ് നിൽക്കുന്നത്. അതേപോലെ തന്നെ പ്രീവിയസ് ഹൈ സ്വീപ്പ് ചെയ്തിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. പിന്നെ വീക്കിലോട്ട് പോയി കഴിഞ്ഞാൽ വീക്കിലിയിൽ സെയിം വ്യൂ തന്നെ ഇതേപോലെ സപ്ലൈ സോൺ ഉണ്ടായിരുന്നു. സപ്ലൈ സോൺ ഫേക്ക് ചെയ്ത് ഇവിടുന്ന് ഈ ഹൈ സ്വീപ്പ് ചെയ്തിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ നമ്മളെ വ്യൂ ഇനി അടിയിലോട്ട് പോകാൻ ഇവിടുന്ന് ഒരു സിംഗിൾ ക്യാൻ ലോബി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടിയിലോട്ട് പോകാൻ ചാൻസ് കൂടുതലാണ്. നമ്മൾ ഡെയിലിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് സെല്ല് നോക്കാവുന്നതാണ്. ഈ ഏരിയ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു സെല്ല് നോക്കാം. അതേപോലെ തന്നെ 4 ഹവറിൽ വന്നു കഴിഞ്ഞാൽ 4 ഹവറിൽ നമുക്ക് ഇപ്പോഴും ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഇട്ടില്ല. 4 ഹവറിൽ ഇപ്പോഴും ചെറിയ ടൈം ഫ്രെയിമിൽ നമുക്ക് ഇപ്പോഴും ബൈ ആണ് വരുന്നത്. ഈ ഒരു ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഒരു സെല്ല് നോക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഗോൾഡ് മന്ത്ലിയിൽ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോഴും നമ്മളെ ബയാസ് ഇപ്പോഴും ബൈ തന്നെയാണ് വരുന്നത്. മന്ത്ലിയുടെ ചാർട്ട് നോക്കുക നമുക്ക് വേറെ കൺഫർമേഷൻ ഇല്ല. ഇവിടെയാണ് IDM വരുന്നത്. ഇവിടെ IDM എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മേലോട്ട് ബൈ നോക്കാവുന്നതാണ്. വീക്കിലിയുടെ നോക്കുകയാണെങ്കിൽ വീക്കിലിയിൽ ഇവിടുന്ന് പ്രീവിയസ് വീക്കിലിൻ്റെ ഹൈ സ്വീപ്പ് ചെയ്തിട്ടാണ് മാർക്കറ്റ്. ഞാൻ കഴിഞ്ഞ വീക്കിൽ ഓൾറെഡി പറഞ്ഞിരുന്നു അടിയിലോട്ട് പോകാനാണ് ചാൻസ് കൂടുതൽ. അതേപോലെ തന്നെ മാർക്കറ്റ് അടിയിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടുന്ന് ഇപ്പോൾ നമ്മളെ സിംഗിൾ ക്യാൻ ലോബി ഫോം ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടുന്ന് ഈ ഒരു സപ്ലൈ സോണിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഒരു കൺഫർമേഷൻ നോക്കിയിട്ട് ഇവിടുന്ന് ഈ ഒരു IDM വരെ സെല്ല് നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഈ ഒരു ഡിമാൻഡ് സോൺ വരെ സെല്ല് നോക്കാവുന്നതാണ്. ഡെയിലിയിൽ വന്നു കഴിഞ്ഞാൽ ഡെയിലിയിൽ നമുക്കൊരു വീക്കിലിയുടെ OB ഇവിടെ തന്നെ ഉണ്ട്. ഡെയിലിയിൽ ഇവിടുന്ന് ഓൾറെഡി മിറ്റിഗേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഓർഡർ ബ്ലോക്ക് മിറ്റിഗേറ്റ് ചെയ്തിട്ടാണ് ഡീലോട്ട് പോയത്. ഇവിടുന്ന് പിന്നെ നമുക്ക് വേറൊരു സെറ്റപ്പ് ഇല്ല. പിന്നെ വരുന്നത് ഈ ഒരു വിക് സോണാണ്. ഈ വിക് സോണിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് സെല്ല് നോക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ 4 ഹവറിൽ നമ്മൾ കഴിഞ്ഞ വീക്കിൽ പറഞ്ഞ പോലെ തന്നെ ഈ IDMന്റെ സോൺ നമ്മൾ ഫെയിലായിരുന്നു. അപ്പോൾ നമ്മളെ വ്യൂ ഇവിടുന്ന് ഈ ഒരു ലോ ബ്രേക്ക് ചെയ്തിരുന്ന സെല്ലായിരുന്നു നമ്മൾ നോക്കിയിരുന്നു. അതേപോലെ തന്നെ മാർക്കറ്റ് അടിയിലോട്ട് വന്നിട്ട് ഇനി അടിയിലോട്ട് നമ്മളെ പ്ലാൻ വന്നു കഴിഞ്ഞാൽ ഈ ഒരു IDM ഈ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സോണിന്നോ അല്ലെങ്കിൽ ഈ ഒരു സോണിൽ നിന്ന് സിംഗിൾ ക്യാൻ ലോബി കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഈ ഒരു ഡിമാൻഡ് സോൺ വരെ സെല്ല് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ 3 പേഴ്സൊക്കെ നമ്മൾ നെക്സ്റ്റ് വീക്കിലോട്ട് നോക്കുന്നത്. ഈ നമ്മൾ പറഞ്ഞ സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോണിൽ നിങ്ങളേതായ കൺഫർമേഷൻ നോക്കിയിട്ട് പിന്നെ അതേപോലെ തന്നെ ലിക്വിഡിറ്റി സ്പോട്ട് ചെയ്തിട്ട് അവിടുന്ന് ബൈയും സെല്ലും ചെയ്യുക. നിങ്ങളേതായ കൺഫർമേഷൻ നോക്കിയിട്ട് എൻട്രി എടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.